2016 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഇൻഡിപെൻഡൻസ് ഡേ റിസർജൻസ്. ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള വലിയൊരു സ്പേസ്ഷിപ്പുമായിട്ട് കുറെ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ നശിപ്പിക്കാൻ വരുന്നതും അവരെ മനുഷ്യരെ തടയാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. സമീപകാലത്ത് തന്നെയാണ് കഥ നടക്കുന്നത്. പണ്ട് 1996 കുറെ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കാൻ വന്നു. എന്നാൽ മനുഷ്യരാശി മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് ആ ഏലിയൻസിനെ ഭൂമിയിൽ നിന്നും തുരത്തി. ഏലിയൻസ് പോയെങ്കിലും അവരുടെ ടെക്നോളജികളുടെ ധാരാളം അവശേഷിപ്പുകൾ ഭൂമിയിലുണ്ടായിരുന്നു. ആ അവശേഷിപ്പുകളിൽ നിന്നും റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ മനുഷ്യര് പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തു. അത് കാരണം മനുഷ്യരാശി ഇപ്പോൾ ഒത്തിരിയേറെ പുരോഗമിച്ചിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ ഇപ്പോൾ ചന്ദ്രനിലെത്താൻ കഴിയും. പൊല്യൂഷൻ, ആഗോളതാപനം, വനനശീകരണം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇന്ന് ലോകത്തിലില്ല. 96 ശേഷം ബഹിരാകാശപരമായ ഭീഷണികളെ നേരിടാൻ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ESD എന്ന പേരിൽ പുതിയൊരു സംഘടന രൂപീകരിച്ചു. യുഎസിലെ ഏരിയ 51ലാണ് ഈ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ജനറൽ ആദംസ് ആണ് ഈ സംഘടനയുടെ നേതാവ്. ഇനി ഏലിയൻസ് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ സാറ്റേണിന്റെ ഒരു ഉപഗ്രഹത്തിലും പിന്നെ നമ്മുടെ ചന്ദ്രനിലും ഇപ്പോൾ ഡിഫൻസ് ബേസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതേ സമയം പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിൽ ഏലിയൻസ് വീണ്ടും ഭൂമിയെ ആക്രമിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഭൂമിയിൽ പണ്ടത്തെ പ്രസിഡന്റ് തോമസ് ഇടയ്ക്കിടയ്ക്ക് ചില വിഷൻസ് കാണാറുണ്ട്. വിഷൻസിൽ പലപ്പോഴും ഗോളാകൃതിയിലുള്ള വിചിത്രമായ എന്തോ ഒരു വസ്തുവിനെയാണ് കാണുന്നത്. അതിന്റെ ചിത്രങ്ങളും തോമസ് വരച്ചു വെച്ചിട്ടുണ്ട്. തോമസ് മാത്രമല്ല, വേറെയും ചിലരും ഇതുപോലത്തെ വിഷൻസ് കാണാറുണ്ട്. ഇങ്ങനെ വിഷൻസ് കാണുന്നവരെല്ലാം യഥാർത്ഥത്തിൽ പണ്ട് ഏലിയൻസ് മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ ആ ഏലിയൻസിൽ നിന്നും കിട്ടിയ മെമ്മറീസ് ആണ് ഈ മനുഷ്യർക്ക് ഇപ്പോൾ വിഷൻസ് ആയിട്ട് കാണുന്നത്. എന്തായാലും ഈ സമയം ചന്ദ്രനിൽ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജെയ്ക്കും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ചാർലിയും കൂടെ ഒരു ചെറിയ സ്പേസ്ഷിപ്പ് ഉപയോഗിച്ച് ബേസിന് സമീപത്തായിട്ട് വലിയൊരു ആയുധം സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഏതോ യന്ത്രത്തിന് സംഭവിച്ച തകരാറ് കാരണം ആയുധം മറിഞ്ഞുവെന്ന് ബേസിന് മീതെ വീഴാൻ പോയി. അത് വന്ന് വീണാൽ ബേസും ബേസിലുള്ള ആൾക്കാരും മൊത്തം ചമ്മന്തിയാകും. അതുകൊണ്ട് ബേസിലെ കമാൻഡറായ ജാങ് എല്ലാവരോടും വേഗം ബേസിൽ നിറങ്ങി ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എന്നാൽ ജെയ്ക്കും ചാർലിയും കൂടെ പെട്ടെന്ന് സ്പേസ്ഷിപ്പ് ഉപയോഗിച്ച് വെപ്പണിനെ താങ്ങി നിർത്തി. എന്നിട്ട് സ്പേസ്ഷിപ്പിന്റെ മൊത്തം ശക്തിയും ഉപയോഗിച്ച് വെപ്പണിനെ കൃത്യസ്ഥാനത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. പക്ഷെ അവര് തിരിച്ച് ബേസിൽ വന്നപ്പോൾ വെപ്പൺ മറിഞ്ഞത് നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണമാണെന്നും പറഞ്ഞ് ജാങ് ജെയ്ക്കിനെയും ചാർലിയെയും വഴക്ക് പറയുകയാണ് ചെയ്തത്. ഈ സമയം ഏരിയ 51ൽ പണ്ട് വന്നതിൽ കുറച്ച് ഏലിയൻസിനെ ESD പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം വരെ ഈ ഏലിയൻസ് എല്ലാം കോമയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മൊത്തം ഏലിയൻസും പെട്ടെന്ന് ഉണർന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് അറിയില്ല. അത് ESDയുടെ പ്രധാന സയന്റിസ്റ്റിനോട് ചോദിക്കാമെന്ന് ആഡംസ് പറഞ്ഞു. എന്നാൽ ഈ സമയം പ്രധാന സയന്റിസ്റ്റായ ഡേവിഡ് ആഫ്രിക്കയിലായിരുന്നു. അയാളുടെ അസിസ്റ്റന്റ് ഫ്ലോയിഡും പിന്നെ അയാളുടെ ഗേൾഫ്രണ്ട് കാത്രീനും കൂടെയുണ്ട്. 3 പേരും കൂടെ ജെയിംസിനെ കാണാൻ പോവുകയാണ്. ജെയിംസിന്റെ ബേസിലെത്തിയപ്പോൾ ബേസിന് ചുറ്റും ഒരുപാട് ഏലിയൻസിന്റെ തലയോട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ശേഷം അവർ ചെന്ന് ജെയിംസിനെ പരിചയപ്പെട്ടു. ജെയിംസ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഗ്യാങ് ലീഡറാണ്. 96 ഇവിടെ ഒരു സ്പേസ് ഷിപ്പ് വന്ന് ലാൻഡ് ചെയ്തിരുന്നു. അന്ന് ജെയിംസും അവന്റെ ആൾക്കാരും ചേർന്ന് ഒരുപാട് ഏലിയൻസിനെ കൊന്നൊടുക്കി. അന്ന് ഏലിയൻസ് തിരിച്ചു പോയപ്പോൾ ഈ സ്പേസ് ഷിപ്പ് മാത്രം തിരിച്ചു കൊണ്ടുപോയില്ല. ഇത്രയും കാലം ഇത് ഓഫായി കിടക്കുകയായിരുന്നു. എന്നാൽ എന്തോ കാരണത്താൽ 2 ദിവസങ്ങൾക്ക് മുന്നേ ഇത് തനിയെ ഓണായി. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇവരിവിടെ വന്നത്. അങ്ങനെ ജെയിംസ് 3 പേരെയും കൊണ്ട് സ്പേസ് ഷിപ്പ് കാണിച്ചു കൊടുക്കാൻ പോയി. ആകാശം വരെ മുട്ടി നിൽക്കുന്ന വളരെ വലിയൊരു സ്പേസ് ഷിപ്പാണത്. സ്പേസ് ഷിപ്പിനടിയിൽ ഒരുപാട് ആഴമുള്ള ഒരു കുഴിയും നമുക്ക് കാണാം. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. സംഭവം ഭൂമിയെ തുരന്ന് ഭൂമിയുടെ കോറിനെ വലിച്ചെടുക്കാനായിരുന്നു ഏലിയൻസിന്റെ പ്ലാൻ. അങ്ങനെ തുരന്നതാണ് ഈ കാണുന്ന കുഴി. ഭാഗ്യത്തിന് ഡ്രില്ല് ചെയ്ത് അങ്ങ് കോർ വരെ എത്തുന്നതിന് മുന്നേ അന്ന് മനുഷ്യര് ഏലിയൻസിന്റെ ലീഡറിനെ കൊന്നുകളഞ്ഞു. ലീഡർ അല്ലാതെ ഏലിയൻസ് ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് ലീഡർ ചത്തതും ബാക്കി ഏലിയൻസ് എല്ലാം യുദ്ധം അവസാനിപ്പിച്ച് പേടിച്ചോടിയത്. എന്തായാലും എല്ലാവരും കൂടി സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ കയറി പരിശോധിച്ചു. നോക്കിയപ്പോൾ ഷിപ്പിൽ നിന്നും എന്തോ സിഗ്നൽ പോകുന്നുണ്ട്. ആ സിഗ്നല് ഇപ്പോൾ ഏതോ ഏലിയൻസിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അധികം വൈകാതെ ആ ഏലിയൻസ് വരുമെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ ചന്ദ്രനിൽ ജെയ്ക്ക് അവന്റെ ഗേൾഫ്രണ്ട് പെട്രീഷ്യയുമായിട്ട് വീഡിയോ കോളിംഗ് ചെയ്യുകയാണ്. പെട്രീഷ്യ തോമസിന്റെ മകളാണ്. നാളെ പുതിയൊരു ടീം പൈലറ്റ്സ് മൂൺ ബേസിലേക്ക് വരുന്നുണ്ട്. അതിൽ ജെയ്ക്കിന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ടായ ഡയലനും ഉണ്ടായിരിക്കും.
കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ട്രെയിനിങ്ങിനിടയ്ക്ക് ജെയ്ക്ക് കാരണം ഡയലന് കാര്യമായ ഒരു അപകടം പറ്റേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അന്ന് ഡയലൻ രക്ഷപ്പെട്ടത്. ആ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരുപക്ഷെ ഡയലൻ വന്ന് ജെയ്ക്കുമായിട്ട് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ പ്രതികരിക്കാൻ പോകരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൾ ജെയ്ക്കിനെ വിളിച്ചത്. അടുത്ത ദിവസം രാവിലെ പെട്രീഷ്യ പറഞ്ഞിരുന്നതുപോലെ പുതിയ ടീം എത്തി. അതിൽ ഡയലനുമുണ്ട്. വന്ന ഉടനെ ആദ്യമേ തന്നെ ഡയലൻ ജെയ്ക്കിനെ കാണാൻ വന്നു. കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കാതെ അവൻ ജെയ്ക്കിന് ഒരു ഇടി കൊടുത്തു. പക്ഷേ പെട്രീഷ്യ പറഞ്ഞിരുന്നതുപോലെ ജെയ്ക്ക് ഡയലനെ തിരിച്ചൊന്നും ചെയ്യാതെ അവിടുന്ന് പോയി. അടുത്ത ദിവസം ഏരിയ 51-ൽ ഡോക്ടർ ഐസക് അയാളുടെ പേഷ്യന്റ് മൈക്കിളിനെ കാണാൻ വന്നു. മൈക്കിള് ESDയുടെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. 96-ലെ യുദ്ധത്തിൽ ഇയാള് കോമയിലായി പോയി. എന്നാൽ ഐസക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് മൈക്കിള് കണ്ണു തുറന്നു. ഈ സമയം ആഡംസിന് ഒരു അറിയിപ്പ് കിട്ടി. എന്താണെന്നാൽ സാറ്റേണിന്റെ ഉപഗ്രഹത്തിൽ സ്ഥാപിച്ചിരുന്ന ബേസ് പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായും ഏലിയൻസിന്റെ പണി തന്നെ ആയിരിക്കുമെന്ന് ആഡംസിന് മനസ്സിലായി. ഇവിടെ ആഫ്രിക്കയിൽ ഡേവിഡും കൂട്ടരും കൂടെ വിഷൻസ് കണ്ടിട്ടുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. അതിൽ ഒട്ടുമിക്ക പേരും ഗോളാകൃതിയിലുള്ള എന്തോ ഒരു വസ്തുവിന്റെ വിഷൻസ് കണ്ടിട്ടുണ്ട്. ആ വസ്തു എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവര് ശ്രമിക്കുന്നത്. ജെയിംസും ആ വിഷൻസ് കണ്ടിട്ടുണ്ട്. വിഷൻസിലൂടെ ജെയിംസ് മനസ്സിലാക്കിയ കാര്യങ്ങളും അവൻ വിവരിച്ചു കൊടുത്തു. ഇവിടെ ചന്ദ്രനിൽ ബേസിന് സമീപം പെട്ടെന്നൊരു പോർട്ടൽ തുറക്കപ്പെട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ നിന്നും ഒരു ഗോളം ഇറങ്ങി വന്നു. ഇതാണ് യഥാർത്ഥത്തിൽ വിഷൻസിൽ കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു സ്പേസ്ഷിപ്പ് ആണെന്ന് മനസ്സിലായി. അതിനാൽ ബേസിലുള്ള എല്ലാവരും പരിഭ്രാന്തരായി. ഉടൻ തന്നെ ജാങ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ലാൻഫോർഡിനെയും ഒപ്പം ഡേവിഡിനെയും കോണ്ടാക്ട് ചെയ്തു. ഈ സ്പേസ്ഷിപ്പ് നമ്മളെ ആക്രമിക്കാൻ വന്നതായിരിക്കുമെന്നും അതിനു മുന്നേ നമ്മൾ ഇതിനെ ആക്രമിച്ച് നശിപ്പിച്ച് കളയണമെന്നുമാണ് ലാൻഫോർഡ് പറയുന്നത്. പക്ഷേ ഈ സ്പേസ്ഷിപ്പ് കഴിഞ്ഞ തവണ വന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതിനാൽ ഇത് വേറെ ഏലിയൻസ് ആണെന്നും ഇവര് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം അറിയാതെ അവരെ അറ്റാക്ക് ചെയ്യുന്നത് ചിലപ്പോൾ മണ്ടത്തരമായി പോകുമെന്നും ഡേവിഡ് പറഞ്ഞു. എന്നാൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിനെ അറ്റാക്ക് ചെയ്യണമെന്നായിരുന്നു ബാക്കി എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ പ്രസിഡന്റ് ഓർഡർ നൽകി. ഉടനെ ജാങ് ബേസിലെ പുതിയ വെപ്പൺ ആക്ടിവേറ്റ് ചെയ്തു. വെപ്പണിൽ നിന്നും ശക്തമായ ലേസർ ബീം ചെന്ന് സ്പേസ്ഷിപ്പിൽ പതിച്ചതും സ്പേസ്ഷിപ്പ് പൂർണ്ണമായും തകർന്ന് നിലം പതിച്ചു. അതിന്റെ അവശേഷിപ്പുകൾ പരിശോധിച്ച് നോക്കണമെന്നും അതിനുവേണ്ടി എനിക്ക് എത്രയും വേഗം ചന്ദ്രനിൽ പോകണമെന്നും ഡേവിഡ് ലാൻഫോർഡിനോട് പറഞ്ഞു. അതിനുള്ള ഏർപ്പാടുകൾ എത്രയും വേഗം ശരിയാക്കാൻ ലാൻഫോർഡ് ജാങ്ങിനെ അറിയിച്ചു. ശേഷം നമ്മൾ വീണ്ടും വിജയകരമായിട്ട് ഏലിയൻസിനെ പ്രതിരോധിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രസിഡന്റ് ന്യൂസിലൂടെ ഒരു അനൗൺസ്മെന്റ് നടത്തി. എന്നാൽ അത് കേട്ട് തോമസിന് ദേഷ്യമാണ് തോന്നിയത്. എന്തെന്നാൽ ഇത് വേറെ ഏതോ ഏലിയൻസ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം 96-ൽ വന്ന ഏലിയൻസ് വരുമ്പോൾ അത് തോമസിനെ പോലെയുള്ള ആൾക്കാർക്ക് അനുഭവപ്പെടും. അതുമാത്രമല്ല ഭൂമിയെ ആക്രമിക്കാൻ 96-ലെ ഏലിയൻസ് വീണ്ടും വരുന്നുണ്ടെന്നാണ് തോമസിന്റെ മനസ്സിൽ തോന്നുന്നത്. ഇവിടെ ചന്ദ്രനിൽ ഡേവിഡിനെ കൊണ്ടുവരാൻ ജെയ്ക്കിനെയും ചാർലിയെയും ജാങ് പറഞ്ഞയച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ അവര് സ്പേസ് ക്രാഫ്റ്റുമായിട്ട് ചന്ദ്രനിൽ നിന്നും ആഫ്രിക്കയിലെത്തി. ഡേവിഡിനൊപ്പം ഫ്ലോയിഡും കാത്രീനും ജെയിംസും സ്പേസ് ക്രാഫ്റ്റിൽ കയറി. പിന്നെ വീണ്ടും കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് എല്ലാവരെയും കൊണ്ട് സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിലെത്തി. നേരെ ഗോളം ചെന്ന് തകർന്നു വീണ സ്ഥലത്താണ് പോയത്. അവിടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ബോക്സിനുള്ളിൽ ചെറിയൊരു ഗോളം കിടക്കുന്നത് കണ്ടു. ഇവിടെ ഭൂമിയിൽ വീണ്ടും ഏലിയൻസിനെ പ്രതിരോധിച്ചതിന്റെ പേരിൽ ഒരു വലിയ ആഘോഷം നടക്കുകയായിരുന്നു. പ്രസിഡന്റ് ഉൾപ്പെടെ ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രസിഡന്റ് സ്പീച്ച് നടത്തുന്നതിനിടയിൽ തോമസ് സ്റ്റേജിൽ കയറി വന്നു. എന്നിട്ട് ഭൂമിയെ ആക്രമിക്കാൻ പണ്ടുവന്ന ഏലിയൻസ് വീണ്ടും വരികയാണെന്ന് അനൗൺസ് ചെയ്തു. അത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് അയാൾക്ക് തലവേദന അനുഭവപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ ഏലിയൻസ് വരുന്നതിന്റെ സൂചനയായിരുന്നു. തോമസിന് മാത്രമല്ല അതേപോലെയുള്ള മറ്റുള്ളവർക്കും തലവേദന ഉണ്ടായി. ഈ സമയം ചന്ദ്രനിൽ ജെയ്ക്കും ഡേവിഡും സ്പേസ് ക്രാഫ്റ്റിലെ നിറങ്ങിവന്ന് ഗോളത്തിന്റെ പക്കൽ നിൽക്കുകയായിരുന്നു. അതിനിടയിൽ അവിടെ വളരെ വലിയൊരു സ്പേസ്ഷിപ്പ് വന്നു. അത് സാധാരണ സ്പേസ്ഷിപ്പ് അല്ല, ഏലിയൻസിന്റെ മദർഷിപ്പാണ്. ചന്ദ്രനിലെ ബേസിനെ ലക്ഷ്യമിട്ടാണത് വരുന്നത്. ബേസിലുള്ളവരൊക്കെ അത് കണ്ട് പകച്ചുപോയി. കാരണം അതിന് ചന്ദ്രനേക്കാൾ വലിപ്പമുണ്ട്. ഈ കാര്യം ഭൂമിയിലുള്ളവരും അറിഞ്ഞു. ഉടൻ തന്നെ അവര് സെലിബ്രേഷൻസ് ഒക്കെ അവസാനിപ്പിച്ചു. ചന്ദ്രനേക്കാൾ വലിപ്പമുള്ളതിനാൽ മദർഷിപ്പിന് സ്വന്തമായിട്ട് ഗ്രാവിറ്റി വരെയുണ്ട്. ആ ഗ്രാവിറ്റിയുടെ ശക്തി കാരണം ചന്ദ്രന്റെ നിലമൊക്കെ ഇളകി ഉയർന്നു പൊങ്ങുകയാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ ഡേവിഡും ജെയ്ക്കും പെട്ടെന്ന് ചെന്ന് സ്പേസ് ക്രാഫ്റ്റിൽ കയറി. എന്നിട്ട് സ്പേസ് ക്രാഫ്റ്റിന്റെ കൈകൾ ഉപയോഗിച്ച് ചെറിയ ഗോളത്തിനെയും എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് പാഞ്ഞു. ഈ സമയം മദർഷിപ്പിനെ ആക്രമിക്കാൻ ജാങ് കുറെ പൈലറ്റ്സിനെ അയച്ചു. പൈലറ്റ്സ് ചെറിയ സ്പേസ് ക്രാഫ്റ്റുകളിൽ പോയി മദർഷിപ്പിനെ ആക്രമിച്ചു. കൂടുതൽ സമയം കളയാതെ ജാങ് ബേസിലെ പുതിയ വെപ്പണും ആക്ടിവേറ്റ് ചെയ്തു. പക്ഷേ മദർഷിപ്പിന് ചുറ്റും ശക്തമായ ഷീൽഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൈലറ്റ്സും വെപ്പണും ഒക്കെ എത്ര ആക്രമിച്ചിട്ടും മദർഷിപ്പിന് ഒരു പോറല് പോലും പറ്റുന്നില്ല. തിരിച്ച് മദർഷിപ്പ് ആണെങ്കിൽ ഒറ്റ വെടിയിൽ തന്നെ ബേസിനെ മൊത്തം ഭസ്മമാക്കി കളഞ്ഞു.
പൈലറ്റ്സ് ഒഴികെ ബേസിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. പിന്നെ മദർഷിപ്പ് നേരെ ഭൂമിയെ ലക്ഷ്യമിട്ട് വന്നു. ESD ഭൂമിക്ക് ചുറ്റും വളരെ പവർഫുൾ ആയ ഒരുപാട് വെപ്പൺസ് സ്ഥാപിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവയെ മൊത്തം ആക്ടിവേറ്റ് ചെയ്യാൻ ആഡംസ് ഓർഡർ ചെയ്തു. പക്ഷെ അതിനു മുന്നേ മദർഷിപ്പ് മൊത്തം വെപ്പൺസിനെയും നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ മദർഷിപ്പ് ഭൂമിയിലെത്തി. മദർഷിപ്പിന്റെ ഗ്രാവിറ്റി കാരണം വാഹനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് മുകളിലാണ് അത് ലാൻഡ് ചെയ്യാൻ വരുന്നത്. ഈ സമയം ഡേവിഡിന്റെ അച്ഛൻ ജൂലിയസ് ഒരു ബോട്ടിലായിരുന്നു. മദർഷിപ്പ് വന്ന് ലാൻഡ് ചെയ്യുന്നതിന്റെ ആഘാതത്തിൽ അകലെ നിന്നും വലിയൊരു സുനാമി തിരമാല വരുന്നത് ജൂലിയസ് കണ്ടു. അങ്ങനെ അയാള് അതിവേഗത്തിൽ ബോട്ടിനെ കരയിലേക്ക് പായിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ കരയിലെത്താറായതും തിരമാല അയാളെയും ബോട്ടിനെയും വിഴുങ്ങി. മൂൺ ബേസിൽ നിന്ന് രക്ഷപ്പെട്ട പൈലറ്റ്സ് എല്ലാം ഭൂമിയിലെത്തി. മദർഷിപ്പിന്റെ അസാമാന്യമായ വലിപ്പം കാരണം അത് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ അറ്റ്ലാന്റിക് മഹാസമുദ്രം മൊത്തം മൂടപ്പെട്ടു. മദർഷിപ്പിന് ലാൻഡ് ചെയ്യാൻ ഒരുപാട് കാലുകളുണ്ട്. ഓരോ കാലും ഓരോ രാജ്യത്തിലാണ് ഇരിക്കുന്നത്. ചില കാലുകൾ സമുദ്രത്തിലും. ഈ സമയം തോമസും പെട്രീഷ്യയും കൂടെ ഏരിയ 51-ലെത്തി. പിടിച്ചു വെച്ചിരിക്കുന്ന ഏലിയൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുകയാണ്. ഇവരെന്തിനാണ് ശബ്ദമുണ്ടാക്കുന്നതെന്നറിയാൻ തോമസ് ഒരു ഏലിയന്റെ സെല്ലിനകത്ത് കയറി. അതിനിടയിൽ ജെയ്ക്കും ടീമും എത്തി. അപ്പോൾ ആ ഏലിയൻ അതിന്റെ ടെന്റക്കിൾസ് ഉപയോഗിച്ച് തോമസിന്റെ കഴുത്തിൽ ചുറ്റിവരിഞ്ഞു. ഇങ്ങനെയാണ് മനുഷ്യരെ അവര് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് തോമസിലൂടെ ആ ഏലിയൻ സംസാരിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ റാണിയാണ്. ഒട്ടും താമസിക്കാതെ റാണി ഭൂമിയെ മൊത്തം നശിപ്പിച്ചു കളയും. ആ സന്തോഷത്തിൽ നമ്മൾ ആഹ്ലാദിക്കുന്നതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്നൊക്കെയാണ് ഏലിയൻ പറഞ്ഞത്. അപ്പോൾ പെട്രീഷ്യ വിഷൻസിൽ കണ്ട ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഈ ഗോളം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഏലിയന്റെ അടുത്ത് ചോദിച്ചു. ആ ചിത്രം കണ്ടതും ഏലിയന് ദേഷ്യം വന്നു. പിന്നെ അത് തോമസിനെ കൊല്ലാൻ ശ്രമിച്ചു. പെട്ടെന്ന് എല്ലാവരും കൂടെ അതിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കി. പക്ഷേ ബുള്ളറ്റ്സിനൊന്നും അതിന് അത്രത്തോളം ഏൽക്കുന്നില്ല. അവസാനം ജെയിംസ് വന്ന് വലിയ കത്തി കൊണ്ട് അതിനെ വെട്ടി വീഴ്ത്തി. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഈ വലിയ രൂപമായിട്ട് കാണുന്നത് ഏലിയൻസിന്റെ സ്യൂട്ടുകളാണ്. ശരിക്കുമുള്ള ഏലിയൻസ് തീരെ കുഞ്ഞന്മാരാണ്. ഈ സ്യൂട്ടിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞൻ ഏലിയനെ ജെയിംസ് ഒറ്റ വെട്ടിൽ 2 കഷണങ്ങളാക്കി. ഈ സമയം ന്യൂയോർക്ക് സിറ്റി മൊത്തം നേരത്തെ സംഭവിച്ച സുനാമി കാരണം തകർന്നു കിടക്കുകയായിരുന്നു. അതിനിടയിലൂടെ കുറച്ച് കുട്ടികൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഏതെങ്കിലും സുരക്ഷാ താവളം ലക്ഷ്യമിട്ടാണ് അവര് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ജൂലിയസ് ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു. സംശയം തോന്നി കുട്ടികൾ ചെന്ന് അയാളെ പരിശോധിച്ചു നോക്കി. അപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത്. പിന്നെ അയാളെയും കൂടെ അവര് കൂടെ കൂട്ടി. ഇവിടെ ഏരിയ 51-ൽ എല്ലാവരും മദർഷിപ്പിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ മദർഷിപ്പിൽ നിന്നും ഏലിയൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഓൾറെഡി മദർഷിപ്പ് പ്ലാസ്മ ബീം ഉപയോഗിച്ച് ഭൂമി ഡ്രില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡേവിഡിന്റെ നിഗമന പ്രകാരം പണ്ടത്തെ പോലെ ഏലിയൻസ് വീണ്ടും ഭൂമിയുടെ കോറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കോർ നശിച്ചാൽ പിന്നെ ഭൂമി തന്നെ മൊത്തത്തിൽ നശിക്കും. ഇത്രയും വലിപ്പമുള്ള മദർഷിപ്പിനെ എന്തായാലും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ഈ ഏലിയൻസ് ഹൈവ് മൈൻഡഡ് ആണ്. ഇത്തരം ഹൈവ് മൈൻഡഡ് ആയ ജീവികൾക്ക് ഒരു ലീഡർ ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ലീഡറിനെ കൊന്നപ്പോൾ ഏലിയൻസ് പിന്മാറിയത്. അങ്ങനെയാണെങ്കിൽ ഈ മദർഷിപ്പിലും ഒരു ലീഡർ ഉണ്ടായിരിക്കും. അതായിരിക്കും നേരത്തെ ഏലിയൻ പറഞ്ഞ റാണി. ആ റാണിയെ കൊന്നാൽ ഈ മദർഷിപ്പ് തിരിച്ചു പോകുമെന്നാണ് ഡേവിഡ് പറയുന്നത്. പിന്നെ കൂടുതൽ സമയം കളയാതെ റാണിയെ കണ്ടുപിടിച്ച് കൊന്നുകളയാൻ ആദംസ് മൊത്തം പൈലറ്റ്സിനെയും അയച്ചു. ജെയ്ക്കും ചാർലിയും ഡയലനും അങ്ങനെ എല്ലാ പൈലറ്റ്സും ജെറ്റുകളിൽ കയറി മദർഷിപ്പിനെ ലക്ഷ്യമിട്ട് പാഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ റാണി മദർഷിപ്പിന്റെ മധ്യഭാഗത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ മദർഷിപ്പിന്റെ അടുത്തെത്തിയതും മദർഷിപ്പിൽ നിന്നും കുറെ ഏലിയൻ ജെറ്റുകൾ പുറത്തു വന്ന് പൈലറ്റ്സിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിനു പുറമെ മദർഷിപ്പിനും ധാരാളം വെപ്പൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പൈലറ്റ്സിന് മദർഷിപ്പിന്റെ മധ്യഭാഗത്തിലെത്താൻ സാധിക്കില്ല. ജെയ്ക്ക് നോക്കിയപ്പോൾ മദർഷിപ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി കണ്ടു. ആ വഴിയിലാണെങ്കിൽ വെപ്പൺസും ഏലിയൻസും ഒന്നുമില്ല. എങ്കിൽ പിന്നെ നമുക്ക് ആ വഴിയിലൂടെ അകത്ത് കയറി ചെന്ന് റാണിയെ കണ്ടെത്താമെന്ന് ജെയ്ക്ക് പറഞ്ഞു. അത് ശരിയാണെന്ന് ഡൈലനും തോന്നി. അങ്ങനെ ഡൈലനും ജെയ്ക്കും ചാർലിയും പിന്നെ വേറെ ചില പൈലറ്റ്സും കൂടെ അതുവഴി ഉള്ളിൽ കയറി. ഉള്ളിൽ മലകളും പുഴകളും സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും അങ്ങനെ മറ്റൊരു ലോകം തന്നെയുണ്ട്. അതൊക്കെ കണ്ട് പൈലറ്റ്സ് ഒക്കെ അമ്പരന്നു. ശേഷം കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവര് റാണി ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു. ഇവര് വരുന്നുണ്ടെന്ന കാര്യം ഓൾറെഡി റാണിക്ക് അറിയാമായിരുന്നു. റാണി പെട്ടെന്നൊരു ഷോക്ക് വേവ് അയച്ചതും ജെറ്റുകളെല്ലാം ഓഫായി പോയി. അങ്ങനെ ജെറ്റുകളെല്ലാം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. എന്നിരുന്നാലും അവര് റാണിയുടെ നേർക്ക് മിസൈലുകൾ അയച്ചു. പക്ഷേ റാണി അതിനും തയ്യാറായിട്ടാണ് നിന്നത്. എല്ലാ മിസൈലുകളിലും റാണി ഡ്രോൺസ് ഉപയോഗിച്ച് ഒരു ടൈപ്പ് ഡിവൈസുകൾ ഘടിപ്പിച്ചു വെച്ചു. ആ ഡിവൈസുകൾ മിസൈലുകളെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ പൈലറ്റ്സിന്റെ മൊത്തം ദൗത്യവും പരാജയപ്പെട്ടു. കുറച്ചു കഴിഞ്ഞതും മദർഷിപ്പ് എന്തോ ഒരു ഊർജ്ജ പ്രവാഹം പുറപ്പെടുവിച്ചു.
ആ ഊർജത്തിന്റെ ശക്തിയിൽ ഭൂമിക്ക് ചുറ്റുമുണ്ടായിരുന്ന സകല സാറ്റലൈറ്റുകളും നശിച്ചുപോയി. ഇനി ഭൂമിയിലുള്ളവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോലും പ്രയാസമായിരിക്കും. ശേഷം ലാൻഫോർഡിനെ കൊന്നുകളയാൻ റാണി കുറച്ച് ഏലിയൻസിനെ പറഞ്ഞയച്ചു. ലാൻഫോർഡ് വൈറ്റ് ഹൗസിലായിരുന്നു. അവിടെ അധികം ഡിഫൻസ് സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏലിയൻസ് വന്ന് നിസ്സാരമായിട്ട് ലാൻഫോർഡിനെ കൊന്നുകളഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ട കുറച്ച് മിലിറ്ററിക്കാർ ഏരിയ 51-ൽ വന്ന് ലാൻഫോർഡ് കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു. പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ ആഡംസിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അതുകൊണ്ട് മിലിറ്ററിയിലെ ബാക്കി ഒഫീഷ്യൽസ് എല്ലാം ചേർന്ന് ആഡംസിനെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. ഈ സമയം ഇവിടെ മദർഷിപ്പിനുള്ളിൽ കുറച്ച് പൈലറ്റ്സ് വെള്ളത്തിലാണ് വന്ന് വീണത്. അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. പതിവ് പോലെ രക്ഷപ്പെട്ടതെല്ലാം പ്രധാന കഥാപാത്രങ്ങളാണ്. അവര് ഏലിയൻസിന്റെ പിടിയിൽപ്പെടാതെ ഒളിച്ചു നടക്കുകയാണ്. ഇവിടെ ഏരിയ 51-ൽ മൈക്കിളും ഡേവിഡും ഒക്കെ ചേർന്ന് ബോക്സിൽ നിന്നും ഗോളത്തിനെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിനുള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്കാൻ ചെയ്ത് നോക്കിയിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. കൗതുകം തോന്നി ഫ്ലോയിഡ് വന്ന് അതിനെ തൊട്ടു നോക്കി. പെട്ടെന്ന് അത് ആക്ടിവേറ്റ് ആയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഫ്ലോയിഡിൽ നിന്നും ഇംഗ്ലീഷും പഠിച്ചെടുത്തു. അങ്ങനെ അതിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനും തുടങ്ങി. ഇതേ സമയം റാണിക്ക് ഗോളത്തിന്റെ ഒരു സിഗ്നൽ കിട്ടി. പിന്നെ കൂടുതൽ സമയം കളയാതെ റാണിയും ഒരു സ്യൂട്ട് ധരിച്ചു. എന്നിട്ട് ഒരു വലിയ സ്പേസ് ക്രാഫ്റ്റിൽ കയറി ഏരിയ 51-ലേക്ക് പാഞ്ഞു. ഇവിടെ ഏരിയ 51-ൽ ഗോളം എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് വിവരിച്ചു കൊടുത്തു. സംഭവം ഇപ്പോൾ ആക്രമിക്കാൻ വന്നിരിക്കുന്നത് തീവ്രമായ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഏലിയൻസ് ആണ്. ഗ്രഹങ്ങളുടെ കോർ ഭാഗം ഉപയോഗിച്ചാണ് ഈ തീവ്ര ഏലിയൻസിന്റെ മദർഷിപ്പുകൾ പ്രവർത്തിക്കുന്നത്. അതായത് ഗ്രഹങ്ങളുടെ കോറുകളാണ് മദർഷിപ്പുകളുടെ ഇന്ധനം. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഭൂമിയെ ആക്രമിക്കുന്നതും. ഇങ്ങനെ ഇവർ ഒരുപാട് ഗ്രഹങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഗോളം യഥാർത്ഥത്തിൽ മോർഫ്സ് എന്ന മറ്റൊരു ഏലിയൻ സമൂഹത്തിന്റേതാണ്. മോർഫ്സ് ആണ് ഈ ഗാലക്സിയിലെ തന്നെ ഏറ്റവും പുരോഗമിച്ച സമൂഹം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തീവ്ര ഏലിയൻസ് മോർഫ്സിന്റെ ഗ്രഹത്തിനെയും ആക്രമിക്കാൻ വന്നിരുന്നു. 1000 വർഷങ്ങളോളം അവര് തീവ്ര ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ടും അവസാനം മോർഫ്സിന്റെ ഗ്രഹത്തിനെ തീവ്ര ഏലിയൻസ് നശിപ്പിച്ചു കളഞ്ഞു. അതിനാൽ മോർഫ്സിന് വംശനാശം സംഭവിക്കാതിരിക്കാൻ അവര് ഈ ഗോളത്തിനെ ഉണ്ടാക്കി. എന്നിട്ട് അവരുടെ മൊത്തം അറിവും ഈ ഗോളത്തിൽ അപ്ലോഡ് ചെയ്തു. ഒപ്പം അവശേഷിച്ച എല്ലാ മോർഫ്സിന്റെയും ഓർമ്മകളും അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ആ മോർഫ്സ് എല്ലാം ഈ ഗോളത്തിനുള്ളിൽ ഡിജിറ്റലായിട്ട് ജീവിക്കുകയാണ്. തീവ്ര ഏലിയൻസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രഹങ്ങളിലെല്ലാം ഇപ്പോൾ ഈ ഗോളം പോകാറുണ്ട്. എന്നിട്ട് മോർഫ്സിന്റെ സകല ടെക്നോളജികളുടെയും സീക്രട്ടുകൾ പറഞ്ഞുകൊടുത്ത് ആ ഗ്രഹത്തിലുള്ളവരെയൊക്കെ തീവ്ര ഏലിയൻസിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ ശക്തരാക്കും. ഇതാണിപ്പോൾ ഈ ഗോളത്തിന്റെ പ്രധാന പരിപാടി. അങ്ങനെയാണിത് ഭൂമിയിൽ വന്നത്. ഈ കാര്യം തീവ്ര ഏലിയൻസിനും അറിയാം. അതുകൊണ്ടാണ് തീവ്ര ഏലിയൻസ് ഈ ഗോളത്തിനെ ഭയക്കുന്നത്. അങ്ങനെ ഗോളം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. ഇപ്പോൾ ഗോളത്തിനെ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് റാണിക്ക് ഗോളത്തിന്റെ സിഗ്നൽ കിട്ടിക്കാണും. അങ്ങനെയെങ്കിൽ തീർച്ചയായും അധികം വൈകാതെ റാണി ഇവിടെ എത്തുമെന്നും ഗോളം മുന്നറിയിപ്പ് നൽകി. അത് കേട്ടപ്പോൾ ഡേവിഡിന് ഒരു ഐഡിയ തോന്നി. എന്താണെന്നാൽ ഈ ഗോളത്തിന്റെ സിഗ്നൽസിനെ ഉപയോഗിച്ച് ഈ ഗോളമാണെന്ന് തോന്നിക്കുന്ന മറ്റൊരു ഫേക്ക് ഡിവൈസ് നിർമ്മിക്കാൻ സാധിക്കും. ആ ഫേക്ക് ഡിവൈസിനകത്തൊരു ബോംബ് വെച്ചിരുന്നാൽ റാണി അത് വന്നെടുക്കുമ്പോൾ നമുക്ക് ബോംബ് പൊട്ടിച്ച് റാണിയെ കൊല്ലാൻ സാധിക്കും. റാണി വരുന്നതും ഏതെങ്കിലും ഒരു പൈലറ്റ് ഫേക്ക് ഡിവൈസും കൊണ്ട് ഇവിടുന്ന് പുറപ്പെടണം. അപ്പോൾ ഗോളവും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് റാണി ചെന്ന് ആ പൈലറ്റിനെ പിടികൂടും. അപ്പോൾ പൈലറ്റ് ബോംബ് പൊട്ടിക്കണം. ഇതാണ് ഡേവിഡിന്റെ പ്ലാൻ. പക്ഷേ ബോംബ് പൊട്ടിക്കുമ്പോൾ ആ പൈലറ്റും കൊല്ലപ്പെടും. അതിനാൽ ഇത് ആത്മഹത്യയ്ക്ക് തുല്യമായ ദൗത്യമാണ്. ഇത് ചെയ്യാൻ ആരെങ്കിലും സ്വമനസ്സോടെ പോകുമോ എന്ന് ആഡംസ് പൈലറ്റ്സിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പോകാമെന്ന് തോമസ് പറഞ്ഞു. ഈ സമയം ജൂലിയസ് പിള്ളേരുടെ കൂടെ യാത്രയിലായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യഥാർത്ഥത്തിൽ പിള്ളേർക്ക് അറിയില്ല. എങ്കിൽ പിന്നെ നമുക്ക് ഏരിയ 51-ലേക്ക് പോകാമെന്നും അവിടെ എന്റെ മകൻ ജോലി ചെയ്യുന്നുണ്ടെന്നും അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമെന്നും ജൂലിയസ് പറഞ്ഞു. അങ്ങനെ അവർ ഏരിയ 51-ലേക്ക് യാത്രയായി. യാത്രക്കിടയിൽ ഒരിടത്തെത്തിയപ്പോൾ വഴിയരികത്ത് ഒരു സ്കൂൾ ബസ്സും അതിനു സമീപം കുറെ സ്കൂൾ കുട്ടികളും നിൽക്കുന്നത് കണ്ടു. ആ കുട്ടികൾ ബസ്സിൽ വരുന്ന വഴിക്ക് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവരുടെ ബസ് ഡ്രൈവർ ഇവരെ ഉപേക്ഷിച്ചിട്ട് മറ്റേതോ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു പോയതാണ്. അതറിഞ്ഞതും ജൂലിയസ് എല്ലാ കുട്ടികളെയും ബസ്സിൽ കയറ്റി. എന്നിട്ട് നേരെ ഏരിയ 51-ലേക്ക് യാത്രയായി. ഇവിടെ മദർഷിപ്പിന്റെ ഉള്ളിൽ പൈലറ്റ്സ് ഏലിയൻസിന്റെ കുറച്ച് സ്പേസ് ക്രാഫ്റ്റുകൾ മോഷ്ടിച്ചു. എന്നിട്ട് അതും കൊണ്ട് മദർഷിപ്പിൽ നിറങ്ങി രക്ഷപ്പെട്ടു. ഈ സമയം റാണിയുടെ ഷിപ്പ് ഏരിയ 51-ന് സമീപമെത്തി. അപ്പോഴാണ് ജൂലിയസും ബസ്സുമായിട്ട് അവിടെ എത്തിയത്. റാണിയുടെ ഷിപ്പിൽ നിന്നും കുറെ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റുകൾ പുറത്തുവന്ന് ഏരിയ 51-നെ ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ ഏലിയൻസും ഏരിയ 51-ലെ മിലിറ്ററിയും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി. ജൂലിയസും കൂട്ടരും ബേസിലെത്താറായതും ഡേവിഡ് ബേസിന് പുറത്ത് നിൽക്കുന്നത് കണ്ടു.
റാണിയുടെ ഷിപ്പിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡേവിഡ് ഇവിടെ നിൽക്കുന്നത്. ഇതിനിടയിൽ തോമസ് ഒരു ജെറ്റിൽ കയറി ഫേക്ക് ഡിവൈസും കൊണ്ട് പുറപ്പെട്ടു. യഥാർത്ഥ ഗോളത്തിനെയാണെങ്കിൽ സിഗ്നൽ പുറത്തു കടക്കാത്ത തരത്തിൽ ഒരു ലാബിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അതിനാൽ ഡേവിഡ് പ്രഡിക്റ്റ് ചെയ്തതുപോലെ റാണി തോമസിന്റെ ജെറ്റിനെ ഫോളോ ചെയ്തു. അവസാനം റാണി ജെറ്റിനെ പിടിക്കാൻ വന്നതും തോമസ് ബോംബ് പൊട്ടിച്ചു. അങ്ങനെ റാണിയുടെ ഷിപ്പ് മൊത്തം പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു. അപ്പോൾ ലോകത്തിനെ രക്ഷിച്ചുവെന്ന് കരുതി എല്ലാവരും അത് കണ്ട് സന്തോഷിച്ചു. എന്നാൽ റാണി കൊല്ലപ്പെട്ടിട്ടും ഏലിയൻസ് വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സംഭവം ശക്തമായിട്ടുള്ള ഒരു സ്യൂട്ട് ധരിച്ചിരിക്കുന്നത് കൊണ്ട് റാണി ചത്തിട്ടില്ല. ഷിപ്പിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും റാണി എണീറ്റ് വന്നു. നോക്കിയപ്പോൾ സമീപത്തായിട്ട് ഡേവിഡും കൂട്ടരും നിൽക്കുന്നത് കണ്ടു. അത് കണ്ട് റാണി അവരെ ആക്രമിക്കാൻ പോയി. ഡേവിഡും കൂട്ടരും പെട്ടെന്ന് ബസ്സിൽ കയറി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. റാണി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം മദർഷിപ്പ് ഡ്രില്ലിംഗ് ചെയ്യുന്ന സ്ഥലത്തിന് സമീപം അത് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ കുറച്ചു പേര് നിൽപ്പുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഇനിയും വെറും 6 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തുരങ്കം ഭൂമിയുടെ കോറിലെത്തുമെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവരത് റേഡിയോ വഴി ഏരിയ 51നെ വിളിച്ചറിയിച്ചു. ഏരിയ 51ൽ കുറെ പൈലറ്റ്സ് റാണിയെ വെടിവെച്ച് കൊല്ലാൻ നോക്കി. പക്ഷേ റാണി എല്ലാ ജെറ്റുകളെയും തകർത്ത് കളഞ്ഞു. അപ്പോഴാണ് ഏലിയൻസിൽ നിന്ന് മോഷ്ടിച്ച ജെറ്റുകളും കൊണ്ട് ജെയ്ക്കും കൂട്ടരും അവിടെ എത്തിയത്. അവര് വന്ന് റാണിയെ തുരുതുരാന്ന് വെടിവെക്കാൻ തുടങ്ങി. ഈ സമയം കുറെ ഏലിയൻസ് ബേസിനകത്തും കയറിപ്പറ്റി. അങ്ങനെ അവര് ലാബിൽ ഗോളത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ ഇടയായി. ഉടൻ തന്നെ ആ ഏലിയൻസ് റാണിക്ക് അറിയിപ്പ് നൽകി. റാണി പെട്ടെന്ന് കുറെ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റുകളെ വിളിച്ചു വരുത്തി. ആ സ്പേസ് ക്രാഫ്റ്റുകളെല്ലാം റാണിക്ക് ചുറ്റും ഷീൽഡ് പോലെ പറന്നു നിൽക്കാൻ തുടങ്ങി. അത് കാരണം ജെയ്ക്കിനും കൂട്ടർക്കും റാണിയെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ റാണി ആ ഷീൽഡും കൊണ്ട് വേഗം ബേസിലേക്ക് പോയി. ഡ്രില്ലിംഗ് ചെയ്ത് കോറിലെത്താൻ ഇനിയും ആകെ 2 മിനിറ്റേ ബാക്കിയുള്ളൂ. ബേസിൽ വന്ന് റാണി ലാബിന് മുകളിൽ ചെന്ന് നിന്നിട്ട് മേൽക്കൂര തകർത്ത് ലാബിന്റെ അകത്തിരുന്ന ഗോളം കരസ്ഥമാക്കി. അപ്പോഴാണ് ജേക്കിനും കൂട്ടർക്കും ഒരു ഐഡിയ തോന്നിയത്. റാണിക്ക് ചുറ്റുമുള്ള ഷീൽഡിന് മുകളിൽ സ്പേസ് ക്രാഫ്റ്റുകൾ ഒന്നുമില്ല. അതുകൊണ്ട് അവര് മുകളിലൂടെ വന്ന് റാണിയെ ആക്രമിച്ചു. റാണി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അങ്ങനെ അവസാനം അവര് റാണിയെ കൊന്നുകളഞ്ഞു. 96ൽ സംഭവിച്ചതുപോലെ ഇത്തവണയും റാണിയെ കൊന്നതും ഏലിയൻസ് ആക്രമണം നിർത്തി. മദർഷിപ്പ് ഡ്രില്ലിംഗും അവസാനിപ്പിച്ചു. പിന്നെ ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ മദർഷിപ്പ് ഭൂമിയിൽ നിന്നും തിരിച്ചു പോവുകയും ചെയ്തു. അത് കണ്ട് ലോകം മുഴുവൻ ആഹ്ലാദിച്ചു. ഭാഗ്യത്തിന് ഗോളത്തിനും തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്ത തവണ ഏലിയൻസ് വന്നാൽ ഒരുപക്ഷെ നമുക്കവരെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ഡേവിഡ് പറഞ്ഞു. എന്നാൽ മൈക്കിള് ഗോളത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ അതിൽ മനുഷ്യർക്ക് തീവ്ര ഏലിയൻസിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആകാനുള്ള സകല ഇൻഫർമേഷനുമുണ്ട്. അതുകൊണ്ട് ഇനി ഏലിയൻസ് വരുമ്പോൾ അവരെ നമുക്ക് പുഷ്പം പോലെ തുരത്താൻ സാധിക്കും. അത് മാത്രമല്ല, വേണമെങ്കിൽ നമുക്കിനി അങ്ങോട്ട് ചെന്ന് തീവ്ര ഏലിയൻസിനെ മൊത്തം നശിപ്പിച്ച് കളയാൻ പറ്റുമെന്നാണ് മൈക്കിൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും പ്രത്യാശയോടെ ആ ഗോളത്തിനെ നോക്കി നിൽക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.